നമസ്കാരം. മലയാളി വാർത്ത ഹെഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ കോടതിയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും. ഇപ്പോൾ കോടതിയാണ് അവസാനത്തെ ആശ്രയം എന്ന് നമ്മളെല്ലാവരും പറയും. കാരണം ബാക്കി ഒരു സ്ഥലത്തു നിന്ന് ആൾക്കാർക്ക് നീതി കിട്ടത്തില്ല. അപ്പോൾ കോടതി ചെന്നാലേലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ കോടതിയാണ് ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത്. പക്ഷേ ഈ കോടതി എത്രമാത്രം നിഷ്പക്ഷമാണ്? കോടതി നിഷ്പക്ഷമല്ല. പിന്നെ നമുക്കുള്ള എതിരാളി, പ്രതിക്കൂട്ടിലുള്ളയാൾ ഒരു സാധാരണക്കാരൻ, അതായത് 95% പെടുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ അവർ നീതിപൂർവമായിട്ടുള്ള വിധി പറയും. ബാക്കി 5% എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർ അധികാരത്തിൻ്റെ പദവികൾ കയറുന്നതിനനുസരിച്ച് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിച്ചാലേ അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നോമിനേറ്റഡ് അല്ലാത്ത പദവികൾ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അവിടെ പദവികൾ നോമിനേറ്റഡ് ആണ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക ചെയ്യും. പക്ഷെ അതല്ല, ഈ സ്വന്തം കഴിവുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ളൊരു അധികാരത്തിലെത്തുന്ന അവരുടെ കഴിവുകൊണ്ടാണ്. അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് അവരെ മാറ്റണമെങ്കിലും ജനങ്ങൾക്കേ പറ്റത്തുള്ളൂ. ഈ അധികാരത്തിൽ കയറുന്നതിനനുസരിച്ച് അവർ തന്ത്രങ്ങൾ, അവർ പറയുന്നത് എന്താ, പ്രവർത്തിക്കുന്നത് എന്താണെന്ന് 95% ജനങ്ങൾക്കും അറിയത്തില്ല. ഈ 95%കാരുടെ വിചാരം ഇവർ പറയുന്നത് ശരിയാണ്. അതായത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരില്ല. അവർ പാർട്ടി പറയുന്നതും പണ്ട് കാൾ മാർക്സ് പറഞ്ഞതോ മാവോസേതു പറഞ്ഞതോ അതുപോലെ വിശ്വസിക്കുകയാണ്. അതേപോലെ മതങ്ങൾ വിശ്വസിക്കുന്നവർ, നേതാവ് മതങ്ങൾ പഠിപ്പിച്ച് ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ തൊട്ട് അതിലൊക്കെ വിശ്വസിക്കുകയാണ്. അവർക്ക് അതിനപ്പുറത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെ, ചിന്തിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് അവരൊരു 15 വയസ്സ് വരെ വളർത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയക്കാർ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്ന എത്ര നന്നായിട്ട് അത് ആക്ട് ചെയ്യാൻ പറ്റുമോ അവരാണ് എപ്പോഴും പൊങ്ങി നിൽക്കുന്നത് തന്ത്രങ്ങളിൽ. ഇപ്പോൾ ഒരു കോടതി വിധി, ഈ കോടതിയിലെ അഴിമതിക്കാർ സാധാരണ ഒരു രജിസ്റ്റർ ഓഫീസിൽ, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ PWD പബ്ലിക് വെൽഫെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവിടെയൊക്കെ നമ്മൾ അഴിമതികളെ പറ്റി കേട്ടു. RTO ഓഫീസിൽ ഇവിടെയൊക്കെ ഒരു 95% അഴിമതിക്കാരാണ്. കോടതികളിലും 95% ജഡ്ജികളും അഴിമതിക്കാരാണ്. ഈ കോടതി ഭരിക്കുന്നത് ആരാ? അത് അഡ്വക്കേറ്റുമാരും ഗുമസ്തന്മാരും എല്ലാം കൂടെ കൂടിയിട്ടാണ്. അഡ്വക്കേറ്റുമാർക്ക് വേണ്ടതാണ് ഈ ജഡ്ജിമാർ കൊടുക്കുന്നത്. അങ്ങനെ കേസുകൾ ഇങ്ങനെ അവർ പറയുന്നതിനനുസരിച്ച് ഒരു കാരണമില്ലെങ്കിലും മാറ്റിവെക്കും. മാറ്റിവെച്ച് എത്ര തവണ മാറ്റിവെക്കുന്ന അത്രയും വരുമാനമാണ് വക്കീലന്മാർക്കുണ്ടാകുന്നത്. ഈ വക്കീലന്മാരിൽ നിന്നാണ് ജഡ്ജിമാരുണ്ടാകുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ വക്കീലന്മാർ പറയുന്നതും ചെയ്യുന്നതിന് അനുകൂലമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ കേസ് നീട്ടി പോകും. ഇപ്പം നമ്മുടെ ലാവ്ലിൻ കേസ് നോക്കാം, 40 തവണ നീട്ടിവെച്ചു. എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ, അതും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്കെതിരെ വിധി പ്രസ്താവിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് കേസ് നീട്ടിവെക്കുന്നത്. അതിന് പ്രോസിക്യൂഷന് കോടതി ചിലപ്പം കുറ്റം പറയും, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാഞ്ഞിട്ടാണ്. കുറ്റം ആരുടെയും ആട്ടെ, ജഡ്ജിമാരും കൂടെ സൈഡിൽ നിന്നുകൊണ്ടാണ്. അപ്പം ചില കേസുകളൊക്കെ ഉണ്ടല്ലോ അതിവേഗ കോടതി തീരുമാനിക്കുന്ന, എന്തുകൊണ്ട് ഇത് അതിവേഗത്തിലാക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ കേസ് എടുത്ത് ഒരു പ്രതിയുടെ ഷഡ്ഡി മാറ്റിയിട്ടാണ് ആ ഷഡ്ഡിക്ക് അയാൾക്ക് ധരിക്കാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞ് കേസ് വിധി പറയാതെ കിടക്കുന്നത്. അത് 30 കൊല്ലമായി. എന്തുകൊണ്ട്? അത് കേസ് ക്ലിയർ കട്ടാണ് ആന്റണി രാജു തെറ്റ് ചെയ്തെന്ന്. അപ്പൊ ആന്റണി രാജുവിനെതിരെ വിധിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ആ കേസ് മാറ്റിവെക്കുന്നത്. കെ കരുണാകരൻ്റെ കാര്യത്തിൽ വലിയൊരു അഴിമതി കേസ് വിജിലൻസ് അന്വേഷിച്ച് ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കി. അന്ന് ഉഷ എന്ന് പറഞ്ഞ ഒരു വനിതാ ജഡ്ജി ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി. അപ്പോൾ അവർ പറഞ്ഞ കേസ് ഫയലിംഗ് കൊണ്ടുപോയിട്ട് സീൽ വെച്ച കവർ തരാൻ പറഞ്ഞു. 25 വർഷത്തോളം ആയത് ഇന്ന് വരെ ആ കവർ പുറത്ത് വന്നിട്ടില്ല. കരുണാകരനെതിരെ വിധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. അത്രേ ഉള്ളൂ. ഇവർക്ക് താല്പര്യമുള്ള കക്ഷികൾക്ക് എതിരെ വിധി പറയാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് മാറ്റിവെക്കും. അതാണ് അവരുടെ ഒരു തന്ത്രം. അപ്പോൾ പൊതുജനങ്ങളുടെ വിചാരം എന്താ? കോടതി ഇടപെട്ടൊരു അന്വേഷണം നടത്തിയാൽ ഇപ്പം തെളിയുന്ന ശബരിമല മോഷണ കേസ് കോടതി ഇടപെട്ട അന്വേഷണം. കോടതിക്ക് ഇപ്പം നമ്മുടെ ആര്യ രാജേന്ദ്രനും ഭർത്താവും ആങ്ങളെല്ലാം കൂടി KSRTC തടഞ്ഞു നിർത്തി അവിടെ വഴക്കുണ്ടാക്കി. നീതി ആരുടെ ഭാഗത്താണെന്ന് കേരളത്തിൽ ഏത് മന്ദബുദ്ധിയായ മനുഷ്യന് പോലും അറിയാം.
രാത്രിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പുറകെ കാറിൽ വരുന്നതിന്റെ അകത്തിരുന്ന ആൾക്കാർക്ക് ഒരു പെണ്ണാണെന്ന് അയാൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് ആംഗ്യ വിക്ഷേപം കാണിച്ചതാണ്. പകല് പോകുന്ന കാറിന്റെ അകത്ത് ഇരിക്കുന്ന ആളെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ബിക്കോസ് ദ ഗ്ലെയർ ഓഫ് ദി ലൈറ്റ്. അങ്ങനെയാണ് രാത്രിക്ക്. എന്നിട്ട് ആ കേസ് കോടതിയിൽ ഇയാളൊരു ഹർജി കൊടുത്തു. എന്നിട്ട് കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. ഇവർ ഭരണത്തിലിരുന്ന കാലത്ത് എന്തേലും കോടതി എന്തുകൊണ്ട് അന്വേഷണം പുരോഗമിച്ചില്ല, എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ ഒന്നും ചോദ്യം ചെയ്തില്ല ചോദിച്ചോ വർഷങ്ങളായിട്ട്? ഇല്ല. കാരണം അവർക്ക് ഭരിക്കുന്നവരുടെ ഭയമായിരുന്നു. അവർ ഭരണത്തിൽ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞെന്ന് അറിഞ്ഞ പാടെ ഇതാ കോടതി ഉടനെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. ഇതാണ് കോടതികളുടെ തന്ത്രങ്ങൾ. പിന്നെ ജഡ്ജിമാർ കൈക്കൂലിക്കാർ. നമ്മുടെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അയാളുടെ അത്ര അഴിമതി ചെയ്ത ഒരു ലോകത്താരുമില്ല. പിണറായി വിജയനൊന്നും ഒന്നുമില്ല. പിണറായി വിജയനൊക്കെ സ്വർണം മോട്ടിച്ചുള്ളൂ. സ്വർണം മോട്ടിച്ചത് നമ്മളോട് അനീതി ചെയ്തിട്ടല്ല. പക്ഷെ ബാലകൃഷ്ണനൊക്കെ കൈക്കൂലി, ഒരു ജഡ്ജി കൈക്കൂലി മേടിച്ചാൽ അത് ഏതോ ഒരുത്തിനെതിരെ അനീതി ചെയ്തുകൊണ്ടാണ്. അതായത് നീതി കിട്ടേണ്ടവന് കിട്ടാതെ അനീതിക്കാരന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് കൈക്കൂലി കിട്ടുന്നത്. അപ്പോൾ ഇത്തരം അനീതി ചെയ്യുന്നവരാണ് ജഡ്ജിമാർ. പിന്നെ വേറൊരു ജഡ്ജിക്ക് കഴിഞ്ഞ കൊല്ലം കണ്ടില്ലേ, മറ്റേ ഒരു വീട്ടിൽ നിന്ന് 15 കോടിയുടെ നോട്ട് കിട്ടി, കള്ളനോട്ട് വന്നതാണ് പാകിസ്ഥാനിൽ നിന്ന്. അപ്പൊ ജഡ്ജിമാര് 95% അഴിമതിക്കാരാണ്. ഈ കഴിഞ്ഞ കൊല്ലം ഹൈക്കോടതിയിൽ ഒരു രജിസ്ട്രാർ തന്നെ അന്വേഷിച്ച ഒരു വക്കീൽ ഒരു പരാതി കൊടുത്തുണ്ടായിരുന്നല്ലോ, വക്കീലന്മാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചില കേസുകൾ അനുകൂലമായിട്ട് വിധിക്കുന്നുണ്ടെന്ന്. എന്നിട്ടെന്തായി അതിന്റെ അന്വേഷണം? പ്രഥമ ദൃഷ്ടിയ കണ്ടുപിടിച്ചതാണ്. പിന്നെ അതെല്ലാവരും കൂടെ കൂടി ഒതുക്കി. അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് കൈക്കൂലി കൊടുത്തയാൾ. അപ്പൊ ജഡ്ജിമാരും കോടതിയാണ് ഏറ്റവും വലിയ കുതന്ത്രക്കാരൻ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എത്ര ഭേദമാണ്. പക്ഷെ മറ്റൊരു പബ്ലിക്കായിട്ടൊന്നും പറയാത്തതുകൊണ്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ 95%പ്പെട്ട പാവപ്പെട്ടവരാണ് പ്രതികളെങ്കിൽ അവർക്കെതിരെ വിധി വരും. അപ്പോൾ ആൾക്കാരുടെ വിചാരം അവർക്കെല്ലാം നീതി കിട്ടി. അപ്പം നീതി കിട്ടാതെ നമ്മുടെ നടി ആക്രമണ കേസിന്റെ അറിയാമല്ലോ എല്ലാവർക്കും, എവിടെയാ നീതി കിടക്കുന്നത്, എവിടെയാ അനീതി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ ശബരിമല അന്വേഷണം കോടതി നേരിട്ട് നടത്തുന്നു എന്ന് പറയുന്ന ആൾക്കാർ, പാവപ്പെട്ട ഈ 95% വിശ്വസിക്കുന്ന കോടതിയാണെന്ന് അന്വേഷിച്ച് ഓരോ ദിവസം നോക്കും. കോടതിക്ക് ഒരു അന്വേഷണമല്ല, ഒരു ചുക്കു ചെയ്യാൻ പറ്റത്തില്ല. അന്വേഷിക്കുന്ന പോലീസുകാരെ നിയമിച്ചവര് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതേ അവർ ചെയ്യത്തുള്ളൂ. അവര് അന്വേഷിച്ചിട്ട് എന്താ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കും. ഇപ്പൊ ചോദ്യം ചോദിച്ചു, കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കടകംപള്ളിയോട് ചോദിച്ചത് കഴിഞ്ഞ ഇലക്ഷന്റെ കാര്യമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് പറയാൻ കടകംപള്ളി ഒന്നും പറഞ്ഞില്ല. ഇവർ പറയുന്നതിന് കോടതിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കോടതി നേരിട്ട് കടകംപള്ളിയോ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ കോടതിയല്ല, ഏത് ഭഗവാൻ അന്വേഷണം മേൽനോട്ടം നടത്തിയാലും അത് അന്വേഷിക്കുന്ന പോലീസുകാരാണ് തെളിവുകൾ സമാഹരിക്കുന്നത്. അവിടെ തെളിവ് കിട്ടിയില്ല എന്ന് പറയും. ഈ കടകംപള്ളിയുടെ അപ്പുറത്തോട്ട് കടകംപള്ളി ഇപ്പൊ അറസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഒരു ചാനലുണ്ട്, നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയും, കെ.എം. ഷാജഹാൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് CPM പല നേതാക്കന്മാർ എന്നും അറസ്റ്റാണ്. വീണ വിജയൻ ഇന്ന് നാളെ അറസ്റ്റാവും, ED അറസ്റ്റ് ചെയ്യുന്നു, പിണറായി വിജയനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ പിന്നെ കടകംപള്ളി ഉടനെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇയാൾ സ്ഥിരം അങ്ങ് അറസ്റ്റ് ചെയ്യിക്കുകയാണ്. എന്നുവെച്ചാൽ ഇന്ന അന്വേഷണമല്ല, ഇയാളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ള മട്ടില്ല. ഇയാളുടെ ഉള്ളിലൊരു ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ചുക്കും നടക്കത്തില്ല. കോടതിയല്ല, ഏത് പൊന്നുതമ്പുരാൻ സൂപ്പർവൈസ് ചെയ്താലും പോലീസുകാർ അന്വേഷിക്കുന്ന, പോലീസിനെ ഭരിക്കുന്നവർ പറയുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. അതൊരിക്കലും തലപ്പത്തേക്ക് പോകത്തില്ല, ഏതന്വേഷണമായാലും. ഇപ്പം TP ചന്ദ്രശേഖരന്റെ വധത്തിന്റെ അന്വേഷണം മുകളിൽ വരെ എത്തിയോ? ഒരു സക്കീറിനെ കണ്ണൂര് ഒരു കല്ലെറിഞ്ഞ് വന്നിട്ട് അതിന്റെ അന്വേഷണം ഗൂഢാലോചനക്കാരിലോട്ട് എത്തിയോ? ഇല്ല. അങ്ങനെ ഒരന്വേഷണവും ഗൂഢാലോചനക്കാരിൽ എത്തത്തില്ല. അതേപോലെ ഇവിടെയും ഇപ്പൊ സ്വർണ്ണക്കടത്ത് കിടന്നു, ഇപ്പം പിണറായി വിജയനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് പിണറായിയിൽ എത്തിയോ? ഇല്ല. അങ്ങനെ ഒരന്വേഷണവും തലപ്പത്തോട്ട് എത്തത്തില്ല. അതാണ് ഈ പാർട്ടിക്കാർ തമ്മിലൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ടാണ് ഇവർക്ക് മൂന്നാമതൊരു പാർട്ടി ജനിക്കാണ്ടിരിക്കണം എന്നുള്ള താല്പര്യം. ഇപ്പോൾ കേന്ദ്രത്തിലായാലും ഇവിടെ ആയാലും ഉള്ള പാർട്ടിക്കാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളെ അധികം ദ്രോഹിക്കുക, ഞങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുക. അതുകൊണ്ടാണ് ഈ കേജ്രിവാളിന്റെ പാർട്ടി എങ്ങനെയും ഒതുക്കാനായിട്ട് കോൺഗ്രസും BJP ഒക്കെ ഒരുപോലെ ശ്രമിക്കുന്നത്. ഇവിടെയാണ് 2020 എങ്ങനെയും ഒതുക്കാൻ ഇവിടുത്തെ എല്ലാ പാർട്ടികളും,
അതുപോലെ നമ്മുടെ സാബു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 20 പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുകയാണ് ഇയാളെ ജയിപ്പിക്കുന്നത് വെച്ചാൽ ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ് തെറ്റി മറ്റൊരു ഭരണം പിടിച്ച മോശമല്ലേ. ഉള്ള പാർട്ടിക്കാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഇനി പുതിയൊരു പാർട്ടി ഉണ്ടാകണം. അത് ഇവിടുത്തെ തന്നെയല്ല, കേന്ദ്രത്തിൽ എല്ലായിടത്തെയും ഒരു തന്ത്രമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ കോടതി ശബരിമല ഈ കോടതി ശബരിമല സ്വർണ്ണ കേസിൻ്റെ തന്നെയല്ല, ഏത് കേസ് കോടതി മേൽനോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുജനങ്ങൾ വിചാരിച്ചോ, മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രസ് ചോദിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ എന്തായെന്ന്. അപ്പം പോലീസ് പറയുന്നത് കേൾക്കല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നന്ദി, നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ജോയ്.